ഗാന്ധി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിളംബരഗാഥ നടന്നു. 5 വിളക്കിന് സമീപത്ത് വെച്ച് വടകരയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഗാന്ധി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നടന്ന വിളംബരഗാഥയ്ക്ക് വി.ടി. മുരളി നേതൃത്വം നൽകി. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടന്നു. ഗായകൻ വി.ടി. മുരളിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും നാദാപുരം റോഡിലെ പാട്ടുകൂട്ടം ഗായകരും ദേശാഭിമാന ഗാനങ്ങൾ കോർത്തിണക്കി ഗാനങ്ങൾ ആലപിച്ചു. വിദ്യാർത്ഥികൾ കേക്ക് മുറിച്ച് ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മനയത്ത് ചന്ദ്രൻ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീഷ്ണമായ മുഹൂർത്തത്തിൽ ഗാന്ധിജി വടകരയിൽ വരികയുണ്ടായി. ദേശോദ്ധാരണ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വടകരയിൽ വന്നപ്പോൾ കൗമുദി എന്ന് പറയുന്ന കുട്ടിയും അവരുടെ എല്ലാ ആഭരണങ്ങളും ഗാന്ധിക്ക് സമർപ്പിക്കുകയുണ്ടായി. മാണിക്കം എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ അവരെ കൊരണ്ട് സ്വർണ്ണാഭരണമായിട്ടുള്ള കൊരണ്ടെടുത്ത് ഗാന്ധിജിക്ക് സമർപ്പിക്കുകയുണ്ടായി. വടകരയുടെ ചരിത്രത്തിൽ ഈ സംഭവം ശ്രദ്ധേയമായൊരു കാര്യമാണ്, എപ്പോഴും അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഗാന്ധിജിയുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്ന വടകരയിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധി. തുടർന്ന് നടന്ന പുഷ്പാർച്ചനയിൽ കെ രമ MLA, പി ഹരീന്ദ്രനാഥ്, വി.ടി. മുരളി, വിനോദ് പയ്യട, പി.കെ. രാമചന്ദ്രൻ, സി കുമാരൻ, പി പ്രദീപ് കുമാർ, വി.ടി. ബാലൻ, അച്യുതൻ പുതിയടത്ത്, കെ.പി. അമ്മുക്കുട്ടി, കെ മുഹമ്മദ്, പ്രശാന്തി പറമ്പത്ത്, പുറന്തോടത്ത് സുകുമാരൻ, ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സത്യവും അഹിംസയും ധാർമ്മികതയും അദ്ദേഹത്തിന്റെ ജീവിത ദർശനവും പ്രപഞ്ച വീക്ഷണവുമെല്ലാം ഇന്ന് ലോകമെമ്പാടും അവിസ്മരണീയമായ വിധത്തിൽ പുനർവിചിന്തനത്തിനും പുനർവായനക്കും വിധേയമാവുകയാണ്. മഹാത്മാഗാന്ധി മതേതര സംസ്കാരം ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്റെ പേരിൽ വെടിയേറ്റു മരിച്ച ഒരു മഹാനായ മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളുടെയും ദർശനങ്ങളുടെയും ആഴത്തെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗാന്ധി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു പരിപാടി വടകരയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. എല്ലാ മതേതരവാദികളുടെയും സാന്നിധ്യവും സഹകരണവും ഈ ഗാന്ധി ഫെസ്റ്റിൽ ഒക്ടോബർ 3, 4, 5 തീയതികളിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിൽ ഉണ്ടാകണമെന്ന് വിനീതമായ അപേക്ഷ.